ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എരിവോട് കൂടിയിട്ടുള്ള ചക്കക്കുരു മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ്. നല്ല ചൂട് ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയോ ഉപ്പേരിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നോൺ സ്റ്റിക്ക് പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഉലുവ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ജീരകമാണ്. നല്ല ജീരകം 1/4 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 2 സവാള അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് കുറച്ച് സമയവും ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ലതാണ്. ചെറിയ ഉള്ളി ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. സവാള ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി 8 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചക്കക്കുരു ചേർക്കാം. ചക്കക്കുരു ഒരു 15 എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇത് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചക്കക്കുരുവിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി പുളിവെള്ളം ചേർക്കാം. 1 കപ്പ് പുളിവെള്ളമാണ് ചേർക്കുന്നത്. 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കണം. ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇതിനി മൂടി വെച്ചിട്ട് ചക്കക്കുരു നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ കറി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ഈ കറി മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർക്കാം. പിന്നെ അതുപോലെ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറച്ച് വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കണം. നന്നായിട്ട് ചക്കക്കുരു വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ചൂട് ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.